ചെക്ക് പോസ്റ്റ് ആന കാണൂ. ഇവിടെ കഴിഞ്ഞ ആന വരുമായിരിക്കും അല്ലേ? ഈ ഫോറസ്റ്റ് നിറയെ കാടാതല്ലേ? അതെ, കാട് നിറയെ ഫോറസ്റ്റാ. ഗീത ഇങ്ങനെ യാത്ര പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചാൽ ഇന്ന് ഗീത ഇവിടെ കൊണ്ടുപോയിക്കളെ. അതുപോലെ നമ്മുടെ ഇവിടെ കുടിയേറ്റല്ലേ, പിന്നെ ഇതെപ്പോഴും ഇങ്ങനെ എന്നോട് പറയും. ഞങ്ങളുടെ വീട് കൊച്ചു വീടായിരുന്നു. ഗവൺമെന്റ് ആശുപത്രി തറ കിടക്കും പോലെ കിടക്കുന്നതന്നെ. ഞങ്ങളകത്തെ മുറി എന്നെ ചിലപ്പോൾ പട്ടാക്കിയെ ചവിട്ടുന്ന ഞാൻ വീഡിയോ പിടിച്ചോണ്ടിരിക്കും ഫോറസ്റ്റില്. നിങ്ങൾ പറയുന്നതല്ലേ ഇതിനകത്ത് കേൾക്കും. ചവിട്ടും അതുപോലെ എല്ലാം തറ നേരം വെളുക്കുമ്പോൾ ഉണ്ണിത്താന്റെ പ്ലാവിൽ പോയി ചക്ക എടുത്തിക്കൊണ്ട് വരും താഴെ. പട്ടാഴിയെ വെട്ടിപ്പറിക്കുന്നത് ഇളക്കുന്നത് പട്ടാഴി മരിച്ചു. അയാൾക്ക് വിളിച്ചൊരു ആരോഗ്യം വലിയ കനത്തിൽ നടക്കാനും. ഈ പിന്നെ ഈ അരിവരെ വിളിക്കുന്ന സമയമുണ്ടല്ലേ, എന്ന് കൊണ്ടുവന്ന ഒരു സാധനം കൊണ്ട് വീട്ടിൽ വാതില് ആ ഗേറ്റിന്റെ അവിടെ വെക്കുമായിരുന്നു പാവം. ഞാൻ പിന്നെ വല്ലപ്പോഴും ചില്ലറയെ കൊടുക്കുമായിരുന്നു. പിന്നെ ആ കലച്ചട്ടിയെല്ലാം പറഞ്ഞിട്ട് കഴിയും പറഞ്ഞു. പിന്നെ ആദ്യം തൊട്ട് ഒന്നേന്ന് പറഞ്ഞ കാര്യം ഇറക്കിയിട്ട് ചോറ് വെക്കണം. പ്ലാവിലെ ചക്കപ്പൂരും വെച്ചൊക്കെ വൈകിട്ട് ഉപയോഗിക്കാൻ. രാവിലെ ഒരു മുറി ചക്ക ആ ചക്കപ്പൂരെല്ലാം പട്ടാരി ഞാൻ അമ്മയമ്മയൊക്കെ അവരെവിടെങ്കിലും പോയി ആരെങ്കിലും കാലം തേച്ചെങ്കിലും കഷ്ടം. ഇവരുടെ അമ്മായിയമ്മേ വീട്ടിൽ വരുമല്ല, മുറ്റം തൂക്കാൻ വരുമായിരുന്നു. എന്നും വേണം പൊടി. പിന്നെ ഇത് അരി വേണം എന്നും കേട്ടോ, എന്നും വറുത്ത് പൊടിക്കാൻ അരി വേണം പാവം. ഞാനെന്നും കൊടുക്കുമായിരുന്നു അരി. ഞങ്ങള് ഇവിടാണ് ഇറങ്ങേണ്ടത്. അപ്പുറത്ത് വിടാം. ആ, അവിടോട്ട് വിടുക. അതിലേക്കൂടെ സ്റ്റെപ്പേ കൂടെ ഇറങ്ങാം. അല്ല, നമുക്ക് അങ്ങ് ആറ്റിലോട്ടൊക്കെ പോകണ്ടേ, അതിന് ചെരുപ്പ് വേണ്ട അല്ലേ? ചെരുപ്പ് വണ്ടി കിടന്നോട്ടെ. ശരി. ഇല്ല ഒന്നും എടുക്കാനില്ല, വെയിറ്റ് ഒന്നും ഇല്ല. ആ കറച്ച് കൊടുത്തിറങ്ങിയത് എല്ലാം അതിനകത്തിരുന്നോട്ടെ. അതെ, ഇത് അച്ചൻകോവിലാറാ.